ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 ടീസ്പൂണ് ആശാളി ഒരു ബൗളിലിടുക. അതേ ടീസ്പൂണിന് തന്നെ കശകശയും എടുത്തിടുക. കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് 1 ടീസ്പൂൺ വീതം രണ്ടിലും പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി ഒരു 15 മിനിറ്റ് വെച്ചേക്കുക. 1/2 ലിറ്റർ പാല്, പിന്നെ കുറച്ച് തണ്ണിമത്തൻ വേണം, പിന്നെ ഗ്രീൻ ഗ്രേപ്സ്, ഒരു ഓറഞ്ച്, പിന്നെ ആപ്പിളിൻ്റെ പകുതി, 2 പഴം, പിന്നെ 3 ടേബിൾ സ്പൂണ് നമ്മുടെ ചൗവരി ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സിലെല്ലാം ഒന്ന് നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 3-4 ഡേറ്റ്സ് നുറുക്കി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും പിന്നെ കപ്പലണ്ടിയും കൂടെ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കസ്റ്റാർഡ് പൗഡറാണ്. ഇതിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്ത് ബൗളിലാക്കി ഒരല്പം പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ബാക്കി പാല് ഒന്ന് അതിലോട്ടൊന്ന് ഒഴിക്കുക. ഇനി നമ്മൾ ആ കലക്കി വെച്ച കസ്റ്റാർഡിൻ്റെ പാലൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈ വിടാതെ ഒന്ന് കലക്കി കുറുക്കി എടുക്കണം. ഭയങ്കരമായിട്ടൊന്ന് കുറുകി പോകരുത്. ജസ്റ്റ് ഒന്ന് കുറുക്കി ആയി വരുമ്പോഴത്തേക്കും ഒന്ന് തീ ഓഫ് ചെയ്യുക. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് ഒഴിച്ചിട്ട് തണുത്ത ശേഷം ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റണം. ഇതൊരു ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ ഇരുന്ന് നന്നായിട്ടൊന്ന് സെറ്റായ ശേഷം പുറത്തെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒപ്പം നമ്മുടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ആശാളിയും നമ്മുടെ കസ്കസും പിന്നെ ചവ്വരി ഒന്ന് വേവിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കാണുക, ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.